ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ട് പങ്കെന്ന് പ്രതിപക്ഷം. സർക്കാരിന് ഒരു പങ്കുമില്ലെങ്കിൽ എന്തിനാണ് CBI അന്വേഷണത്തെ എതിർക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. ഡൽഹിയിൽ ഇഡിക്കെതിരെ സമരം ചെയ്യുന്നവർ കേരളത്തിൽ ഇഡിക്കായി വാദിക്കുന്നത് പരിഹാസ്യമെന്ന് സർക്കാർ തിരിച്ചടിച്ചു. ലൈഫ് മിഷനെ ചൊല്ലിയുള്ള ഭരണ പ്രതിപക്ഷ പോരിൽ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. ലൈഫ് മിഷൻ കോഴയിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അറസ്റ്റ് ഉയർത്തിക്കാട്ടിയായിരുന്നു മാത്യു കുഴൽനാടന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. യൂണിടാക്കും റെഡ് ക്രസന്റുമായുള്ള കരാറിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ സർക്കാരിന് സാമ്പത്തിക ഉത്തരവാദിത്വമില്ലെന്ന് മന്ത്രി MP രാജേഷിന്റെ മറുപടി. UAE റെഡ് ക്രസന്റ് അവരുടെ കരാറുകാരൻ മുഖേന നടപ്പാക്കിയ പദ്ധതിയിൽ എന്തെങ്കിലും ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏത് ഏജൻസിയും ഏതു തരത്തിലുള്ള നിയമപരമായ അന്വേഷണവും നടത്തുന്നതിനോട് സംസ്ഥാന സർക്കാരിന് എതിർപ്പില്ല. പക്ഷേ വിദേശ സംഭാവന സ്വീകരിക്കാത്ത, നിർമ്മാണവുമായി ബന്ധമില്ലാത്ത ലൈഫ് മിഷനെ അന്യായമായി കേസിൽ പെടുത്താനുള്ള നിയമപരമല്ലാത്ത നടപടികൾക്കെതിരായിട്ടാണ് ലൈഫ് മിഷൻ കോടതിയെ സമീപിച്ചത്. ലൈഫ് മിഷൻ കോഴ ഇടപാട് എന്ന ആരോപണം തന്നെ വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധാരണ പരത്താൻ ഉദ്ദേശിച്ചുള്ളതുമാണ്. ലൈഫ് മിഷനിലെ ഒരു ഉദ്യോഗസ്ഥനും കോഴ വാങ്ങിയതായി ഒരു ആരോപണവും ആരും ഉയർത്തിയിട്ടില്ല. സംസ്ഥാന ഏജൻസികളുടെ അന്വേഷണ പരിധിയിൽ നിൽക്കാത്ത വിഷയമായതുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ടതെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. ആ യുക്തി ലൈഫ് മിഷൻ കേസിലും ബാധകമാകില്ലേ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. ഞങ്ങൾക്ക് ഈ കേസിലെ മദന കാമരാജൻ കഥകളോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്നിട്ട് ഈ പറയുന്ന ഈ വാട്സാപ്പ് ഇടപാടുകൾ പറയാൻ കാര്യം എന്താ? ഇത് ഒരു ഗ്രാൻഡ് ഡിസൈൻ ഉണ്ട് ഇതിന്റെ പുറകിൽ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും ഈ കാര്യത്തിൽ ഇൻവോൾവ് ആണ് എന്ന് പറയുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ, ആ വാട്സാപ്പ് ചാറ്റുകൾ പുറത്തു വരുമ്പോൾ ഒരു സെൻട്രൽ ഏജൻസി അതൊരു കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ടിന്റെ ഭാഗമായി എവിഡൻസ് ആയി അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രതിപക്ഷം അത് പറയരുത്, മിണ്ടിപ്പോകരുത് പോളണ്ടിനെ കുറിച്ച് എന്ന് പറയുന്നത് ശരിയാണ്. ഞങ്ങളൊന്നും ED ഒന്നും വാദിക്കാൻ വേണ്ടി ED എവിടെ പോയിരുന്നു? 3 കൊല്ലം ഇപ്പൊ അല്ലേ ഈ പാൽക്കുപ്പിയായിട്ട് വന്നിരിക്കുന്നത്? 3 കൊല്ലമായിട്ട് എവിടെ പോയിരുന്നു? ഞങ്ങൾക്ക് സംശയാസ്പദമാണ് ഇപ്പോഴത്തെ EDയുടെ അന്വേഷണം. ശിവശങ്കർ, സ്വപ്ന വാട്സപ്പ് ചാറ്റുകൾ അടിസ്ഥാനമാക്കിയുള്ള കുഴൽനാടന്റെ ആരോപണത്തിലും മുഖ്യമന്ത്രിയുടെ മറുപടിയിലും സഭ പ്രക്ഷുബ്ധമായി. ഭരണപ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം നടന്നു. 10 മിനിറ്റോളം സഭാ നടപടികൾ നിർത്തിവെച്ചു. സ്പീക്കറെ പോലും അംഗീകരിക്കാതെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഭരണപക്ഷമാണ് സഭ സ്തംഭിപ്പിച്ചത് എന്നാരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.